ഹലോ, വെൽക്കം ബാക്ക് ടു ടാരോ വിത്ത് അനല. നമ്മുടെ പുതിയ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ചാപ്റ്റർ. എപ്പോഴാണത് സ്റ്റാർട്ട് ചെയ്യുക, എന്തുകൊണ്ടാണ് ഈ പുതിയ മാറ്റങ്ങൾ ലൈഫിലേക്ക് വരുന്നത്, നിങ്ങളുടെ കരിയറിലും ഫിനാൻസിലും ലവ് ലൈഫിലും എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസാണ് പുതിയതായിട്ട് വരുന്നത്, ഈ സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ഫസ്റ്റ് നമ്മളുടെ ഓവറോൾ എനർജി എടുത്ത് നോക്കാം. ഈ ഒരു പുതിയ ചാപ്റ്റർ, ലൈഫിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ചാപ്റ്ററിൽ നിങ്ങളുടെ ഓവറോൾ എനർജി എന്തായിരിക്കും എന്ന് നോക്കാം. ആദ്യം 8 ഓഫ് സ്വോർഡ്സ് ആണ്. അപ്പോൾ ചിന്തകൾ കൊണ്ട്, സ്വന്തം ചിന്തകളുടെ തടങ്കലിൽ ജീവിക്കുന്ന മനുഷ്യരായിരിക്കും ഈ സമയത്ത് ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 8 ഓഫ് സ്വോർഡ്സ് എന്ന് പറഞ്ഞാൽ ഈ കെട്ടുകൾ നിങ്ങൾക്ക് പൊട്ടിച്ചെറിയാൻ കഴിയുന്നവയാണ്, പക്ഷേ നിങ്ങളുടെ ചിന്തകൾ കൊണ്ടാണ് നിങ്ങൾ സ്വയം വരിഞ്ഞു കെട്ടിയിരിക്കുന്നത്. അതിൻ്റെ പിടിയിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് കഴിവുണ്ട്, പക്ഷെ നിങ്ങളതിന് മനസ്സ് വയ്ക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ശക്തി നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇതാണ് നമ്മളുടെ ഒരു ഓവറോൾ എനർജി ആയിട്ട് വരുന്നത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. എന്ത് അനുഭവങ്ങളാണ് ഈ ഒരു എക്സ്പീരിയൻസിലേക്ക്, ഈ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാനായിട്ട് ലൈഫിൽ എന്താണ് കാരണമാകുന്നത് എന്ന് നോക്കാം. 2 ഓഫ് വാണ്ട്സ് ആണ് നിങ്ങളുടെ ആംബിഷൻസ്. നിങ്ങൾക്ക് ലൈഫിനെ കുറിച്ച് പുതിയ പ്രതീക്ഷകളുണ്ട്, പല കാര്യങ്ങളും പുതിയതായിട്ട് ചെയ്യണം എന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു വയ്ക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം നിങ്ങൾക്ക് ഒരു സ്റ്റക്ക് ഫീൽ വരികയാണ്. അത് നാച്ചുറലാണ് അല്ലേ? പുതിയതായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ പരിചയമില്ലാത്ത ഒരു ഘട്ടം വരുമ്പോൾ അതുവരെ കാര്യങ്ങൾ ഓക്കെ ആയിരിക്കും, അതിനുശേഷം നമുക്ക് സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യും. ഈ ഒരു സ്റ്റക്നെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് പാർട്ട് ഓഫ് ഗ്രോത്ത്. അത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, അത് പരിഹരിക്കുമ്പോഴാണ് മുന്നോട്ട് പോകാനുള്ള ശക്തി, ഊർജം നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഒരു തടസ്സമായിട്ട് കാണേണ്ടതില്ല. അത് നിങ്ങളുടെ ഗ്രോത്തിനുള്ള ഒരു ചെറിയൊരു ഒബ്സ്റ്റക്കിൾ അത് മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ പുതിയ രീതിയിലുള്ള ആംബിഷൻസ്, നിങ്ങളുടെ പുതിയ തീരുമാനങ്ങൾ ഒക്കെയാണ് നിങ്ങളെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇനി ഈ ഒരു പുതിയ ചാപ്റ്റർ ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് അതിനൊപ്പം വരുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്തായിരിക്കുമെന്ന് നോക്കാം. ഹൈ പ്രീസ്റ്റസ്, നിങ്ങളുടെ അവബോധം, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ കാര്യമായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു സമയമാണ് ഇത്. ഈ ഒരു ഒബ്സ്റ്റക്കിൾ മറികടന്ന് കഴിയുമ്പോൾ, ഈ ഒരു തടസ്സം മറികടന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അവബോധവുമായി, ഇൻറ്റ്യൂഷനുമായിട്ട് കണക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ട് വരും. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലാകാതിരുന്ന ചില കാര്യങ്ങൾ, ദേ വിൽ ഓൾ മേക്ക് സെൻസ്. എന്തുകൊണ്ടാണ് ലൈഫിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാതെ എപ്പോഴെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ആൻസർ ഈ ഒരു പുതിയ ചാപ്റ്ററിൽ നിങ്ങൾക്ക് കിട്ടും. എന്തിനാണ് എനിക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള മുൻകാലങ്ങളിലുള്ള നിങ്ങളുടെ അനുഭവങ്ങളുടെ യഥാർത്ഥ കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉടനെ വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇനി എന്ത് ചലഞ്ചാണ് നിങ്ങൾക്ക് ഫേസ് ചെയ്യാനുള്ളത് എന്ന് നോക്കാം. ഈ ഒരു സമയത്ത് സ്ട്രക്ചർ, അതോറിറ്റി, സ്റ്റെബിലിറ്റി, പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയുന്ന ഒരു എനർജിയാണ് എംപറർ എനർജി. ഇത് രണ്ടും ഹൈ എനർജി കാർഡുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ബ്ലെസ്സിങ്ങും നിങ്ങളുടെ ചലഞ്ചും വളരെ ഹൈ എനർജിയിൽ നിൽക്കുന്ന 2 കാര്യങ്ങളാണ്. ഇവിടെ കുറച്ച് വളരെ കാര്യമായിട്ടുള്ള പ്ലാനിങ് നിങ്ങൾക്ക് നടത്തേണ്ടി വരും എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിൽ വെക്കണമെന്നുള്ള ഒരു തോന്നൽ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നടപ്പിലാക്കാൻ മറ്റുള്ള ആളുകളുടെ കൺട്രോൾ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നും തോന്നിയേക്കാം. നമുക്ക് ഈ ഒരു എനർജി ഇതുമായിട്ട് കണക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളെ മറ്റുള്ളവർ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ആരുടെയെങ്കിലുമൊക്കെ പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന, അല്ലെങ്കിൽ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊക്കെ ഓർത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. ഇതിന് നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്ന് നോക്കാം. നമുക്ക് വേറൊരു ഡെക്ക് എടുത്തിട്ട് നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ക്ലാരിറ്റി കാർഡ്, ഈ ഒരു എനർജി, ഈ ഒരു എംപറർ എനർജി നിങ്ങൾക്കൊരു ചലഞ്ചായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് എന്ത് പരിഹാരം ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. അതായത് കൃത്യമായ
നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാനിങ്ങിലൂടെ ചിലപ്പോൾ 2 കാര്യങ്ങൾ ഒരേ സമയം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വന്നേക്കാം. ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങുകയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും എൻഡായിട്ടല്ല അടുത്ത ചാപ്റ്ററിലേക്ക് നിങ്ങൾ പോകുന്നത്. ഒരു പക്ഷേ ഒരു ജോലിയായിരിക്കാം, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പുതിയൊരു ജോലി കൂടെ ഒരു സൈഡ് ഇൻകമോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഒരു എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് നിങ്ങൾക്ക് ആവശ്യമാണ്, സ്ട്രക്ചർ ആവശ്യമാണ്. ടൈം ടേബിൾ പോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് എനർജിയാണ് ഈ സമയത്ത് നിങ്ങൾ വിട്ടുകളയേണ്ടത്, ഏത് എനർജി നിങ്ങൾ ഈ സമയത്ത് പിടിച്ചു വയ്ക്കരുത്, എന്തിനെയാണ് നമ്മളിപ്പോൾ വിട്ടുകളയേണ്ടത് നോക്കാം. വാട്ട് ടു ലീവ് ബിഹൈൻഡ്. ഇവിടെ നമ്മൾ ഫാൻറ്റസികളിൽ മുഴുകി ഇരിക്കരുത്. എല്ലാം യൂണിവേഴ്സ് കൊണ്ട് തരും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടെങ്കിൽ അത് തൽക്കാലം മാറ്റിവെക്കാം. നിങ്ങൾക്ക് റിസോഴ്സുകളെല്ലാം ഉണ്ട്. ഈ ഒരു കാര്യം നേടിയെടുക്കാനുള്ള റിസോഴ്സുകൾ എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ നിങ്ങൾ ആക്ഷൻ എടുക്കണം. ഫാൻറ്റസി ലോകത്തിൽ മുഴുകിയിരുന്നിട്ട് നമ്മൾ എന്താ പറയുക, എല്ലാം നമ്മളുടെ കയ്യിലേക്ക് വന്നു ചേരും എന്ന് വിചാരിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. അതായത് അത്തരം ചിന്തകൾ ഉണ്ടെങ്കിൽ അതിനെ വിട്ടുകളയുക എന്നുള്ളതാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ആരെങ്കിലും നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരു മാനിപ്പുലേഷനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരേണ്ട ആവശ്യമുണ്ട്. ഇതെല്ലാം നമുക്ക് മേജർ ആർക്കാന കാർഡ്സ് ആണ് കേട്ടോ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വിൽ പവർ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തിനോടാണോ വളരെ ഡീപ്പായിട്ടുള്ള ആഗ്രഹമുള്ളത് അതിനുവേണ്ടി വർക്ക് ചെയ്യുക. ഇതിനിടയ്ക്ക് നിങ്ങളെ കുരുക്കിയിടാൻ വേണ്ടി വരുന്ന ചിന്തകളുമായിട്ട് വരുന്ന ആളുകളെ എന്താ പറയുക, മാറ്റി നിർത്തുക. മാനിപ്പുലേറ്റേഴ്സ് നിങ്ങളുടെ ലൈഫിൽ ഈ സമയത്തേക്ക് വന്നേക്കാം. കാരണം നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ നിരുത്സാഹപ്പെടുത്താൻ ആളുകൾ വന്നേക്കാം. അതിൽ വീണു പോകരുത് എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു എനർജി നിങ്ങൾ വിട്ടുകളയേണ്ടതാണ്. എന്ത് എനർജിയാണ് ഇപ്പോൾ നിങ്ങൾ എംബോഡി ചെയ്യേണ്ടത്, അതായത് എന്ത് എനർജിയിലേക്കാണ് നിങ്ങളിപ്പോൾ വരേണ്ടത്. സൺ കാർഡ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണെന്ന് നോക്കൂ. പാസ്റ്റിലെ നിങ്ങളുടെ അനുഭവങ്ങൾ, നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും ഹീലിംഗ് നിങ്ങൾക്ക് സംഭവിക്കേണ്ടതുണ്ട്. പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഒരു കുട്ടിയെപ്പോലെ നിങ്ങൾ ഈ വരുന്ന ഒരു മാറ്റത്തെ സന്തോഷപൂർവ്വം എക്സൈറ്റ്മെൻറ്റോടുകൂടി നിങ്ങൾ സ്വാഗതം ചെയ്യുക. നിങ്ങളുടെ പഴയകാല അനുഭവങ്ങളിൽ നിന്നും ഹീലാവുക. അത്തരം അനുഭവങ്ങൾ റിപ്പീറ്റ് ചെയ്യുമോ എന്നുള്ള ഒരു പേടി നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അത് മാറ്റിവെക്കുക. ഇത് നിങ്ങൾക്ക് പുതിയൊരു ചാപ്റ്ററാണ്. ഇവിടെ നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത്. ഓക്കെ, ആ ഒരു പ്രതീക്ഷയോടുകൂടി കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി കരിയർ ആൻഡ് ഫിനാൻസ്, ഈ ഒരു മേഖലയിൽ കരിയറും ഫിനാൻസും കൂടെ ചേർത്താണ് നമ്മളിന്ന് റീഡിംഗ് എടുക്കുന്നത്. കരിയർ ആൻഡ് ഫിനാൻസ് മേഖലയിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പുതിയ ചാപ്റ്ററിൽ പ്രതീക്ഷിക്കാവുന്നത് എന്ന് നോക്കാം. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ഓ മൈ ഗോഡ്, ഇത് നോക്കൂ. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും സ്വയം പര്യാപ്തനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളിവിടെ കാണുന്നത്. അയാൾക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ട്, എല്ലാം കിട്ടിയിട്ടുണ്ട്. അയാൾക്ക് ടൈമുണ്ട്, അയാൾക്ക് എനർജി ഉണ്ട്, ഹെൽത്ത് ഉണ്ട്, അയാളുടെ കയ്യിൽ സമ്പത്തുണ്ട്, സമാധാനമുണ്ട്. അയാൾ എല്ലാ റിസോഴ്സുകളും തികഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് കരിയർ ആൻഡ് ഫിനാൻസ് മേഖലയിൽ ഇതാണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നാളെ തന്നെ നിങ്ങൾ എല്ലാവരും ലക്ഷപ്രഭുക്കളാകും എന്നല്ല ഇതിൻ്റെ അർത്ഥം. നിങ്ങൾ ഏത് സാമ്പത്തിക നിലയിലാണോ ഇപ്പോൾ നിൽക്കുന്നത് അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു അപ്ഗ്രഡേഷൻ ഉണ്ടാകും. ലവ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ കൂടെ നോക്കാം. ലവ് മാത്രമല്ല, ലവ് റിലേഷൻ മാത്രമല്ല, നിങ്ങളുടെ കുടുംബ ബന്ധത്തിലും ലവിലും എല്ലാം ചേർത്തിട്ട് നമുക്ക് എന്താണ് വരാനിരിക്കുന്നത്. 5 ഓഫ് വാൻഡ്സ് ആണ്. കുടുംബ ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ, ലവ് ലൈഫിൽ ചില പ്രശ്നങ്ങൾ വന്നേക്കാം. അപ്പോൾ ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. 2 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി എനർജിയൊക്കെ ലൈഫിൽ ഉള്ളവരാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. റിലേഷൻഷിപ്പിൽ ചില പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ഇത് നമുക്ക് എങ്ങനെ മറികടക്കാമെന്ന് നോക്കാം. ഈ പ്രശ്നങ്ങൾ അവസാനിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്. സ്ട്രെങ്ത് ആണ് വന്നിട്ടുള്ളത്. വീണ്ടും മേജർ ആർക്കാന കാർഡാണ്. മാനിപ്പുലേറ്റേഴ്സിനെ തിരിച്ചറിയുക. നിങ്ങളുടെ യഥാർത്ഥ ശക്തി നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ഇവിടെ സ്വന്തമായിട്ട് മാനേജ് ചെയ്യേണ്ടി വന്നേക്കാം. അതായത് മറ്റുള്ളവരെ കൂടെ മെരുക്കി കൊണ്ടുപോകേണ്ട ഒരവസ്ഥ. അതാണ് നിങ്ങൾക്കിപ്പോൾ ബന്ധങ്ങളിൽ ആവശ്യമായിട്ടുള്ള ഒരു ശക്തി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാ ആൾക്കാരും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ആളുകളെ ഒരു കുടക്കീഴിൽ ചേർത്ത് കൊണ്ടുപോവുക.
നിങ്ങളുടെ സോഫ്റ്റ് പവേഴ്സാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങളുടെ ശക്തിയല്ല, ബുദ്ധിയും നിങ്ങളുടെ ലൈഫ് സ്കില്ലുകളും ഉപയോഗിക്കേണ്ട സമയമാണ് റിലേഷൻഷിപ്പുകളിൽ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ഹിഡൻ ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത് എന്ന് നോക്കാം. മറഞ്ഞിരിക്കുന്ന എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് നോക്കാം. അത് ലവ് ലൈഫിലോ കരിയറിലോ ഫിനാൻസിലോ എവിടെ വേണമെങ്കിലും ആവാം. കിങ് ഓഫ് വാൻഡ്സ് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് ഒരു വിഷൻ, ലൈഫിലൊരു പർപ്പസ് ഉണ്ടാവുകയാണ്. ഞാൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുകയാണ്. കാര്യങ്ങളുടെ ഒരു ബിഗ് പിക്ചർ, മൊത്തത്തിലുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക്, ഒരു വിഷൻ നിങ്ങൾക്ക് കിട്ടുകയാണ്. ഓക്കെ, ഞാൻ ഈ കാര്യങ്ങളെല്ലാം നേടിക്കഴിയുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു ലൈഫിൻ്റെ മൊത്തത്തിലുള്ള ഒരു രൂപം നിങ്ങൾക്ക് കിട്ടുകയാണ്. നിങ്ങൾ കൺട്രോൾ എടുക്കുകയാണ്, നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ നിങ്ങളെടുക്കുകയാണ്. വളരെ ഇതുമായിട്ട് സാമ്യമുള്ള ഒരു എനർജിയാണ് കേട്ടോ ഇത്. തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, ബോൾഡായിട്ട് വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നിങ്ങൾ കാര്യങ്ങളെ സമീപിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു എനർജിയിലേക്ക് വരാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, നിങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് പറയുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്ന് നോക്കാം. ഹെയറോഫെൻറ്റ് വളരെ ഹൈ എനർജി കാർഡ്സാണ് കേട്ടോ ഇന്ന് വരുന്നത് മുഴുവൻ. എന്ന് പറയുമ്പോൾ ഒരു ട്രഡീഷൻ എന്നുള്ളതാണ് ഈ കാർഡിൻ്റെ ഒരു മീനിങ് ആയിട്ട് നമ്മൾ പറയാം. അതായത് നിങ്ങൾക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് അവരെ പറഞ്ഞിരുത്താനുള്ള, കൺവിൻസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവ് തേടി മറ്റുള്ളവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അതാണ് ഈ കാർഡിൻ്റെ ഒരു മീനിങ് പറയുക. ഇതാണ് നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ട്. ഇപ്പോൾ നിങ്ങൾ ഏതോ മേഖലയിൽ നിങ്ങൾ ഒരു കിങ് ഓഫ് വാൻഡ് എനർജിയിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു മേഖലയിൽ നിങ്ങളൊരു കിങ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തേടി ആളുകൾ നിങ്ങളെ സമീപിക്കുകയാണ്. ഇവിടെയാണ് നിങ്ങളുടെ സ്ട്രെങ്ത് വരുന്നത്. നിങ്ങളൊരു മെൻറ്ററായിട്ട് മാറുകയാണ്. മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാനുള്ള രീതിയിലേക്ക് നിങ്ങൾ വളർന്നു വരികയാണ്. കാരണം ഈ ഒരു നമ്മളുടെ പുതിയ തീരുമാനങ്ങൾ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു മേഖലയിൽ നിങ്ങളുടെ പ്രാഗൽഭ്യം തെളിയിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, ഇനി എന്താണ് ഒരു വാർണിംഗ്? നമുക്കൊരു എന്തെങ്കിലും ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ടോ എന്ന് നോക്കാം. ചാരിയറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് 2 എന്ന് പറയുന്ന ഒരു എനർജിയാണ് വരുന്നത്. അതുപോലെ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു എനർജിയും വരുന്നുണ്ട്. നമുക്ക് ഡിസിപ്ലിൻ്റെ 2ാമത്തെ കാർഡാണ് ഇവിടെ വരുന്നത്. ഇത് നമുക്കൊരു ചലഞ്ചായിട്ടായിരുന്നു നേരത്തെ വന്നത്. അതുമായിട്ട് ബന്ധമുള്ള ഒരു കാർഡാണ് ഇത്, ചാരിയറ്റ് കാർഡ് എന്ന് പറയുന്നത്. സ്ട്രക്ചർ, കൃത്യമായ പ്ലാനിങ് വേണം നിങ്ങൾക്ക്. ഒരു ദിശാബോധം വേണം, ഒരു വിഷൻ വേണം. എങ്ങോട്ടാണ് ഞാൻ പോകുന്നത്, എന്തിനു വേണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കൃത്യമായ ധാരണയോടുകൂടി നിങ്ങൾ ഫുൾ കാര്യങ്ങൾ എഴുതി വെച്ച് പ്ലാൻ ചെയ്ത് തന്നെ ഈ ഒരു പുതിയ ചാപ്റ്ററിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് പറയുന്നത്. കാരണം ചില സമയത്ത് നിങ്ങൾക്ക് 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 2 കാര്യങ്ങളെ മാനേജ് ചെയ്യേണ്ട അവസ്ഥ വരാം. ഈ 2 കാര്യങ്ങളെയും, ഒന്ന് വെളുത്തതും ഒന്ന് കറുത്തതുമാണ് എന്ന് പറഞ്ഞാൽ 2 ഓപ്പോസിറ്റ് പവേഴ്സാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അതിനെ മാനേജ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങളുടെ സോഫ്റ്റ് പവേഴ്സ് ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളതാണ് കാണുന്നത്. ഇനി നിങ്ങളുടെ എന്ത് ആക്ഷനാണ് ഈ ഒരു പുതിയ ചാപ്റ്റർ തുറക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുക? നിങ്ങളുടെ പ്രാക്ടിക്കലായിട്ടുള്ള എന്ത് ആക്ഷനാണ് നിങ്ങളെ സഹായിക്കാൻ പോകുന്നതെന്ന് കാണാം. നിങ്ങൾ കാര്യങ്ങളെ മറ്റൊരു ആംഗിളിൽ നിന്ന് കാണും. സാധാരണ ഹാങ്ഡ് മാൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റക്ക് എന്നാണ് പറയുക. പക്ഷേ ഇവിടെ നിങ്ങളുടെ ഒരു ആക്ഷനാണ് ഈ ഒരു മൊത്തത്തിലുള്ള മാറ്റം കൊണ്ടുവരാൻ പോകുന്നത്. അതെന്ത് ആക്ഷനാണ്? നിങ്ങൾ കാര്യങ്ങളെ വേറൊരു ആംഗിളിൽ നിന്ന് കാണും. സാധാരണ ആളുകൾ ചിന്തിക്കുന്ന പോലെയല്ല, മറ്റൊരു രീതിയിൽ കാര്യങ്ങളെ സമീപിച്ചുകൊണ്ട്, ഒരു ട്രഡീഷണൽ അല്ലാത്ത, ഒരു സാധാരണ ആൾക്കാർ കണ്ടു പരിചയിച്ചിട്ടുള്ള രീതിയിലല്ല നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ഈ ഒരു പുതിയ ചാപ്റ്ററിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ വഴികൾ ഉണ്ടായിരിക്കും. പ്രശ്നങ്ങളെ പരിഹരിക്കാനും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾ നിങ്ങളുടേതായ വഴികൾ പുതിയതായിട്ട് കണ്ടെത്തും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി ഈ ഒരു പുതിയ ചാപ്റ്റർ ഏത് സമയത്തായിരിക്കും അൺലോക്ക് ആവുക എന്നുള്ളത് നോക്കാം. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്നും എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു പുതിയ ചാപ്റ്റർ ലൈഫിലേക്ക് വരാൻ പോകുന്നത് നോക്കാം. നൈറ്റ് ഓഫ് കപ്സ് ആണ്. അതായത് ഒരു 3 മാസം മുതൽ
ഒരു വർഷം വരെയാണുള്ള സമയമാണ് നിങ്ങൾക്ക് ഈ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാനുള്ള സമയം. അതിനുള്ളിൽ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പുതിയ ചാപ്റ്ററിൻ്റെ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. 3 മാസം മുതൽ 1 വർഷമാണ് ഇതിൻ്റെ ഒരു ടൈം ഫ്രെയിം ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി യൂണിവേഴ്സിന് എന്താണ് ഈ സമയത്ത് നിങ്ങൾക്ക് തരാനുള്ള ഒരു മെസ്സേജ് എന്ന് നോക്കാം. വാട്ട് ഡസ് ദി യൂണിവേഴ്സ് വാണ്ട് ടു ടെൽ യു റൈറ്റ് നൗ? യൂണിവേഴ്സ് മെസ്സേജ് 3 ഓഫ് കപ്സ്. സെലിബ്രേഷൻ എന്നുള്ളതാണ് ഈ കാർഡിൻ്റെ ഒരു മീനിങ് ആയിട്ട് പറയുക. നിങ്ങളുടെ ലൈഫിലുള്ള ചെറിയ സക്സസ്സുകൾ സെലിബ്രേറ്റ് ചെയ്യുക, കൂടുതൽ സെലിബ്രേഷനുള്ള മാനസികാവസ്ഥകൾ ഉണ്ടാക്കി വയ്ക്കുക. അത് നിങ്ങളിലേക്ക് നന്മകളെ കൊണ്ടുവരും എന്നുള്ള ഒരു മീനിങ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറാൻ പോവുകയാണ് ഈ ഒരു പുതിയ ചാപ്റ്ററിൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ആക്ഷൻ എടുക്കുമ്പോൾ എന്നുള്ളതാണ്. പിന്നെ 3 എന്നുള്ളൊരു നമ്പറാണ്, 3 ഓഫ് കപ്സ് ആണ്. അതുകൊണ്ട് നമ്മളിവിടെ നേരത്തെ ഒരു തേർഡ് പാർട്ടി എനർജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാർഡിന് തേർഡ് പാർട്ടി എനർജി എന്നുമുള്ളൊരു മീനിങ് ഉള്ളത് കൊണ്ട് സൂക്ഷിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധ ചെലുത്തുക എന്നുള്ള ഒരു മീനിങ് കൂടി നമുക്ക് പറയാം. ഇനി അതല്ല, അത്തരം വിഷയങ്ങളിലേക്ക് ഇൻവോൾവ് ആയിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് എനർജി ആയിട്ട് നമുക്ക് കാണാം. 3 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ സെലിബ്രേഷനാണ്, ഗെറ്റ് ടുഗെദർ, ഗ്യാതറിംഗ് ആണ്, ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ലൈഫിൽ സന്തോഷങ്ങൾ വരുമ്പോൾ ചെറിയ രീതിയിലാണെങ്കിലും അത് സെലിബ്രേറ്റ് ചെയ്യുക. ആ ഒരു ഹാപ്പിനെസ് ലൈഫിലേക്ക് കടന്നു വന്നതിന് യൂണിവേഴ്സിന് താങ്ക്സ് പറയുക. അങ്ങനെയൊക്കെയാണ് ഈ ഒരു കാർഡിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം മൂവ്മെൻ്റ് ഉള്ള ഒരു പുതിയൊരു ചാപ്റ്ററാണ് ലൈഫിൽ ഓപ്പൺ ആവാൻ പോകുന്നത്. ഇതിൽ നമുക്ക് ചലഞ്ചസ് ഉണ്ട്, പക്ഷേ അതുപോലെ തന്നെ ബ്ലെസ്സിങ്സും ചേർത്ത് വെച്ചിട്ടുള്ള ഒരു എനർജിയാണ് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് കൊണ്ടു തരുന്നത് എന്ന് കാണാം. ഈ ഒരു എനർജി, പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ട്രെങ്ത് എന്നുള്ള വാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. സ്ട്രെങ്ത്, ശക്തി എന്നുള്ള വാക്ക് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. താങ്ക് യു.